വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ വർഷം ഇംഗ്ലീഷിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയത് കാരണം ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചിലത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് മനസ്സിലാവും. ഒരു ലെറ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡയറി എൻട്രിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഇതേ ഫോമാറ്റിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ മറക്കാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ റീഡിങ് കോംപ്രഹെൻഷനാണ്. അത് എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനി 2ാമത്തെ ആക്ടിവിറ്റി തൊട്ട് 6ാമത്തെ ആക്ടിവിറ്റി വരെയുള്ള ഏതെങ്കിലും 4 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, റീഡിങ് കോംപ്രഹെൻഷൻ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് റീഡിങ് കോംപ്രഹെൻഷൻ ആരെ പറ്റിയാണ്? ജോണിനെയാണ് പറയുന്നത്. ജോൺ ഒരു 9 വയസ്സുള്ള കുട്ടിയാണ്. ഹി ലിവ്ഡ് വിത്ത് ഹിസ് പാരൻസ് ഇൻ എ സ്മോൾ ടൗൺ. അവരുടെ പാരൻസിൻ്റെ കൂടെ ചെറിയൊരു ടൗണിലാണ് അവൻ ജീവിക്കുന്നത്. അവൻ എന്താ പറയുന്നത്? പപ്പ, ഐ വാണ്ട് എ ബൈസിക്കിൾ, ഐ വാണ്ട് ടു ഗോ എവ്രിവെയർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ വേണ്ടത്? അവന് സൈക്കിളാണ് വേണ്ടത്. അവൻ്റെ അച്ഛനോട് പറയുകയാണ് അവനൊരു സൈക്കിൾ മേടിച്ച് തരണം, അവൻ എല്ലായിടത്തേക്കും പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, one day John was walking to his school. He saw many children riding bicycles to the school. ഒരു ദിവസം എന്താണ് ജോണ് സ്കൂളിലേക്ക് നടന്നു പോവായിരുന്നു. അവൻ കുറേ കുട്ടികൾ സൈക്കിൾ ചവിട്ടി പോകുന്നത് കണ്ടു. When will I get a bicycle? John thought. അവൻ എന്താലോചിച്ചു, എനിക്ക് എന്നാണ് ഇനി സൈക്കിൾ കിട്ടാൻ പോകുന്നത്? Suddenly he heard a cry and he looked back. He saw a boy falling from a bicycle. അപ്പോൾ എന്നാണ് ബൈസിക്കിൾ കിട്ടാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് അവൻ ബാക്കിൽ നിന്നൊരു കരച്ചിൽ കേട്ടു. ആരായിരുന്നു? ഒരു കുട്ടി സൈക്കിളിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് കരഞ്ഞതാണ്. ജോൺ റാൻ ടുവേർഡ്സ് ദ ബോയ്. ഇറ്റ് വാസ് ഹിസ് ഫ്രണ്ട് വിക്കി. ജോൺ പെട്ടെന്ന് തന്നെ വേഗം ആ കുട്ടിയുടെ അടുത്തേക്ക് ഓടിപ്പോയി. ആരായിരുന്നു അവൻ? അവൻ്റെ കൂട്ടുകാരനായിരുന്നു, വിക്കി ആയിരുന്നു അത്. ഹി വാസ് സീരിയസ്ലി ഹേർട്ട്. അവന് കാര്യമായി തന്നെ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ജോൺ റഷ് ടു ദി നിയർ ബൈ ഷോപ്പ് ആൻഡ് കോൾ ഫോർ ആൻ ആംബുലൻസ്. ജോൺ വേഗം തന്നെ അടുത്തുള്ള ഷോപ്പിലേക്ക് പോയിട്ട് ഒരു ആംബുലൻസിന് വേണ്ടിയിട്ട് ഫോൺ ചെയ്തു. ഹി ടുക്ക് വിക്കി ടു ദ ഹോസ്പിറ്റൽ. ജോൺ വിക്കിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. വിക്കീസ് ലൈഫ് വാസ് സേവ്ഡ് ഓൺലി ബിക്കോസ് ഹി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ ഓൺ ടൈം. വിക്കിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ജോൺ കറക്റ്റ് സമയത്ത് ഇടപെട്ട് ആംബുലൻസ് വിളിച്ച് വിക്കിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ്. You are so kind, John. You saved our son, Vicky's father said to John. We would like to buy you a gift. What do you want, child? എന്താ പറയുന്നത്? വിക്കിയുടെ അച്ഛൻ എന്ത് പറഞ്ഞു ജോണിൻ്റെ അടുത്ത്? നീ ഭയങ്കര കൈൻഡാണ്, ദയാലുവാണ്, നീയാണ് ഞങ്ങളുടെ ഫ്രണ്ടിനെ, ഞങ്ങളുടെ മോനെ രക്ഷപ്പെടുത്തിയത് അല്ലേ? നിനക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജോണൊന്നും പറയുന്നില്ല, പകരം ആരാ പറയുന്നത്? വിക്കിയെ പറയുന്നത്. പപ്പ, ജോൺ ഓൾവേസ് വാണ്ടഡ് എ ബൈസിക്കിൾ. ജോൺ എപ്പോഴും ഒരു സൈക്കിൾ വേണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് ദിവസത്തിനുള്ളിൽ എന്ത് കിട്ടി? ജോണിന് ഒരു സൈക്കിള് ഗിഫ്റ്റായിട്ട് വിക്കിയുടെ ഫാദർ വാങ്ങിക്കൊടുത്തു. ഓക്കെ, അപ്പോൾ ചോദ്യം നമുക്ക് നോക്കാം. വോ വാസ് ജോൺ ഗോയിങ് ടു? ജോൺ എങ്ങോട്ടാണ് പോയിരുന്നത്? സ്കൂളിലേക്കാണ് പോയിരുന്നത്. നമുക്കറിയാം, ഇതിൽ കൊടുത്തിട്ടുണ്ട് ജോൺ വാസ് വാക്കിംഗ് ടു സ്കൂൾ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻ ടു വിക്കി? വിക്കിക്ക് എന്താ പറ്റിയത്? വിക്കി ഫെൽ ഫ്രം ദ ബൈസിക്കിൾ അല്ലേ? വിക്കി ഫെൽ ഫ്രം ദ ബൈസിക്കിൾ, അതാണ് ആൻസർ വരേണ്ടത്. ഹൗ ഡിഡ് ജോൺ സേവ് വിക്കി? ജോൺ എങ്ങനെയാണ് വിക്കിനെ സേവ് ചെയ്തത്? John rushed to the nearby shop and called an ambulance. He took Vicky to the hospital. അല്ലേ? ജോൺ took Vicky to the hospital. അങ്ങനെയാണ് ജോൺ വിക്കിയെ സേവ് ചെയ്തത്. യു ആർ സോ കൈൻഡ്. ഹൂ സെഡ് ദിസ്? ആരാ പറഞ്ഞത് നീ ഭയങ്കര കൈൻഡാണെന്ന്? വിക്കീസ് ഫാദർ അല്ലേ? വിക്കിയുടെ ഫാദറാണ് പറഞ്ഞത്. ഹൗ വാസ് ജോൺ റിവാർഡഡ് ഫോർ ഹിസ് ഗുഡ് ഡീഡ്? ജോൺ എന്താണ് അവൻ ചെയ്ത നല്ല കാര്യത്തിന് റിവാർഡായിട്ട് കിട്ടിയത്, ഒരു സമ്മാനമായി കിട്ടിയത്? എ ന്യൂ ബൈസിക്കിൾ അല്ലേ? പുതിയൊരു ബൈസിക്കിളാണ് ജോണിന് റിവാർഡായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എന്താണ് പറയാം, എളുപ്പം മനസ്സിലാവാൻ പറ്റിയൊരു പാസേജാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനൊക്കെ വായിച്ചിട്ട് ശ്രദ്ധിച്ചെഴുതാം. 2ാമത്തെ ആക്ടിവിറ്റി ഒരു കോൺവെർസേഷനാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഓൾറെഡി ടെക്സ്റ്റ് മാറിയ കാരണം ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. മാത്യു വാസ് ടോക്കിംഗ് അബൌട്ട് സൈമൺ ടു ഹിസ് ഫ്രണ്ട് ഡോളി. വാട്ട് മൈറ്റ് ദേ ടോക്ക് അബൌട്ട്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. മാത്യു സൈമണെ പറ്റി സ്വന്തം ഫ്രണ്ടായ ഡോളിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണ്, അതാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. മാത്യു എന്താ പറയുന്നത്? ഡോളി, ഐ ഹാവ് എ ന്യൂ ഫ്രണ്ട് നെയിം സൈമൺ. എനിക്കൊരു പുതിയ ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ പേര് സൈമൺ എന്നാണ്. എന്താ പറയുന്നത്? ഓ റിയലി, ഹൗ ഈസ് ഹി എന്ന് ചോദിക്കുകയാണ്. മാത്യു എന്താ പറയുന്നത്? വെൽ, ഹീസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. ഡോളി പറയുന്നു ഡിഫറെൻറ്റ് ഇൻ വാട്ട് വേ? മാത്യു എന്താ പറയുന്നത്? ഹീസ് ക്വൈറ്റ് ആൻഡ് ഷൈ. അതേഴ്സ് മേ ഫൈൻഡ് അൺയൂഷ്വൽ ആൻഡ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്, ബട്ട് ഹീസ് എ കൈൻഡ് ഹാർട്ടഡ് ആൻഡ് ലോയൽ കമ്പാനിയൻ. അവൻ ക്വൈറ്റ്
ക്വൈറ്റ് ആണല്ലേ, അവൻ അധികം ആരോടും സംസാരിക്കില്ല, അവനൊരു നാണം കുണുങ്ങിയാണ്. മറ്റുള്ളവർക്ക് അവനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവൻ ഭയങ്കര നല്ല ഉള്ളൊരു കുട്ടിയാണ് എന്നാണ് പറയുന്നത് ഡോളി. ഓ ഐ സി, ക്യാൻ ഹി പ്ലേ വിത്ത് എസ്? ഓ അതെയോ, അവന് നമ്മുടെ കൂടെ കളിക്കാൻ പറ്റുമോ? മാത്യു എന്താ പറയുന്നത്? യെസ്, ഹി ലവ്സ് ടു പ്ലേ ഗെയിംസ് ആൻഡ് ഡ്രോ പിക്ചേഴ്സ്. ഓക്കെ, കൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തു. ആണ് ക്യാരക്ടർ സ്കെച്ചാണ്. ആരുടെയാണ് ക്യാരക്ടർ സ്കെച്ച്? മോയനയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. മോയന ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ബിഗിൻ വിത്ത് ദ വേർഡ് വൈ. ഷി വാണ്ട്സ് ടു നോ ദ റീസൺ ബിഹൈൻഡ് എവറിത്തിങ്. റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മോയന ദ വൈ ഗേൾ. അപ്പോൾ ഇങ്ങനെയാണ് ക്യാരക്ടർ സ്കെച്ചിന് കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് എക്സാമിന് തരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇവിടെ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ എന്താ ആൻസർ വരുന്നത്? മോയന ഈസ് എൻ ഇൻ്റലിജൻറ്റ് ട്രൈബൽ ഗേൾ. മോയന നല്ല ബുദ്ധിയുള്ള ഒരു ഗോത്രവിഭാഗത്തിൽ പെടുന്ന ഒരു പെൺകുട്ടിയാണ്. ഷീ ബിലോങ്സ് ടു ദ പുവർ ഷബാ കമ്മ്യൂണിറ്റി. ഷീ ഫേസസ് മെനി ഹാർഡ്ഷിപ്സ്. ഷീ ഹാസ് എ ബ്രൈറ്റ് ആൻഡ് ക്യൂരിയസ് മൈൻഡ്. മോയന ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ദാറ്റ് ബിഗിൻ വിത്ത് ദ വേർഡ് വൈ. അല്ലേ, അവൾക്ക് പല ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷെ അവൾ ഭയങ്കര ബ്രൈറ്റാണ്, ബുദ്ധിയുള്ളൊരു കുട്ടിയാണ്. അവൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഷീ വാണ്ട്സ് ടു നോ ദ റീസൺ ബിഹൈൻഡ് എവറിത്തിങ്, ലൈക്ക് വൈ ഷീ കനോട്ട് ക്യാച്ച് എ സ്നേക്ക്, വൈ ഷീ മസ്റ്റ് താങ്ക് ദ ലാൻഡ് ലോഡ് ആൻഡ് വൈ ഷീ കനോട്ട് ഗോ ടു ദ സ്കൂൾ. അവൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. എന്തൊക്കെയാണ് ചോദിക്കുന്നത്? എന്താണ് പാമ്പിനെ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? എന്തിനാണ് ലാൻഡ് ലോഡിനെ താങ്ക് ചെയ്യണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തത്? അങ്ങനെ അവളുടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. ബിക്കോസ് ഓഫ് ദിസ് ഹാബിറ്റ് ദ പോസ്റ്റ് മാസ്റ്റർ കോൾസ് ഹെർ ദ വൈ ഗേൾ. ഈ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ പോസ്റ്റ് മാസ്റ്റർ അവളെ വിളിക്കുന്നത് വൈ ഗേൾ എന്നാണ്. ഷീ ഹെൽപ്സ് ഹെർ ഫാമിലി ബൈ ലുക്കിംഗ് ആഫ്റ്റർ ഗോഡ്സ്, കളക്ടിങ് ഫയർവുഡ് ആൻഡ് ഫെച്ചിങ് വാട്ടർ. എങ്ങനെയൊക്കെയാണ് അവൾ സ്വന്തം ഫാമിലിയെ സഹായിക്കുന്നത്? ഫയർവുഡ്, മരക്കഷ്ണങ്ങളൊക്കെ കൊണ്ടുകൊടുക്കും. അതുപോലെ തന്നെ ആടുകളെ മേയ്ക്കും, ആവശ്യത്തിന് വെള്ളവും കോരിക്കൊണ്ട് കൊടുക്കാറുണ്ട്. ഡിസ്പൈറ്റ് ഹെർ പോവർട്ടി, മോയന ഡ്രീംസ് ഓഫ് ലേൺ. ദാരിദ്ര്യത്തിലാണ് വളരുന്നത് അല്ലേ, പക്ഷേ അവൾക്ക് എന്താണ് ആഗ്രഹം? പഠിക്കണം എന്നാണ് അവളുടെ ആഗ്രഹം. വെൻ ഷീ ലേൺസ് ദാറ്റ് ബുക്സ് ക്യാൻ ഗിവ് ആൻസേഴ്സ് ടു ഹെർ ക്വസ്റ്റ്യൻസ്, ഷീ ഡിസൈഡ്സ് ടു സ്റ്റഡി. അവൾക്ക് എന്ത് മനസ്സിലാവുന്നു? ആ ടീച്ചറിൽ നിന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ബുക്സിൽ നിന്ന് അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുമെന്ന് മനസ്സിലാവുമ്പോൾ അവൾ പഠിക്കാൻ തീരുമാനിക്കുന്നു. ലേറ്റർ ഷീ ബിക്കംസ് എ ടീച്ചർ at the Samiti and motivates other children to ask questions and learn new things. Moina is brave, hardworking and full of curiosity. അല്ലേ, ഹാർഡ് and full of curiosity. കുറച്ച് കഴിയുമ്പോൾ എന്താണ്, അവൾ സമിതിയിൽ ടീച്ചറായിട്ട് പോകുന്നുണ്ട്. കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് മൊയ്ന എന്നാണ് പറയുന്നത്. ഓക്കെ, നാലാമത്തെ വരുന്നത് പോസ്റ്റർ മേക്കിംഗ് ആണ്. മേക്ക് എ പോസ്റ്റർ ഓൺ ദ മേക്ക് എ പോസ്റ്റർ ഓൺ സേവ് ദ എൻവയോൺമെൻറ്റ്. സേവ് ദ എൻവയോൺമെൻറ്റിൻ്റെ മുകളിലൊരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ 2-3 എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇതിലേതെങ്കിലുമൊക്കെ എടുത്തിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അല്ലെങ്കിൽ സ്ലോഗനൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പോസ്റ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറേ അധികം ചിത്രങ്ങളൊന്നും വരച്ച് വെക്കരുത്. എന്താണ് മെയിൻ ചെയ്യുന്നത് അത് ഒറ്റ വാക്കിൽ കണ്ടാൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവണം കേട്ടോ. ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അതിനെ റിലേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ സേവ് ദ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കാനാണെങ്കിൽ മരങ്ങൾ, ഭൂമി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കാൻ. ക്ലിയർ ആയിരിക്കണം. കുറേ അധികം സെൻറ്റൻസുകളൊന്നും എഴുതേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ പോസ്റ്ററൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതുപോലെ പ്രിപ്പയർ ചെയ്യാം. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാപ്ഷനും കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ആക്ടിവിറ്റി 5 ആണ്. അറേഞ്ച് ദ ഇവൻറ്റ്സ്. ഇവിടെ കുറച്ച് ഇവൻറ്റ്സ് നടന്നത് കൊടുത്തിട്ടുണ്ട്. അത് ജംബിൾഡ് ഓർഡറിലാണ്, ശരിയായിട്ടുള്ള ഓർഡറിലല്ല. അപ്പോൾ അത് ശരിക്കുള്ള ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ആൻസർ ആയിട്ട്. എന്താണ്? രാഹുൽ ഫൗണ്ട് എ പപ്പി ഓൺ ദ റോഡ് ഓൺ ദ വേ ബാക്ക് ഫ്രം സ്കൂൾ. അവൻ സ്കൂളിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അവൻ അവിടെ ഒരു പപ്പിയെ കണ്ടു എന്ന് പറയുന്നുണ്ട് റോട്ടിൽ. ഇനി രണ്ടാമത്തത് എന്താ വരിക? നമുക്ക് പപ്പി ഹോം ആൻഡ് ഗേവ് ഇറ്റ് സം മിൽക്ക്. അതല്ലേ വരേണ്ടത് അടുത്ത സെൻറ്റൻസ് അല്ലേ? അവനൊരു പപ്പിയെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? അവൻ ആ പപ്പിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതാണ് അടുത്ത സെൻറ്റൻസ് വരുന്നത്. ഇനി തേർഡ് വൺ എന്താണ്? തേർഡ് വൺ ഏത് വരും? ഹിസ് മദർ നോട്ടീസ്ഡ്
ദാറ്റ് ദർ വാസ് എ ടെലിഫോൺ നമ്പർ ഓൺ ഇറ്റ്സ് കോളേഴ്സ് ബെൽറ്റ്. ആ പപ്പിയുടെ കോളർ ബെൽറ്റ് ഒരാളുടെ ടെലിഫോൺ നമ്പർ ഉള്ളത് അമ്മ കണ്ടു. അപ്പോൾ അതാണ് മൂന്നാമത്തെ വരുന്നത്. ഇനി നാലാമത്തെ എന്താണ്? നാലാമത്തെ ഇനി അമ്മ അയാൾ കോൾ ചെയ്യുന്നതാണ്. ദ മദർ കോൾഡ് ഇൻ ദ ടെലിഫോൺ നമ്പർ ഓൺ ദി കോളർ ബെൽറ്റ് ഓഫ് ദ പപ്പി. ആ പപ്പിയുടെ ബെൽറ്റ് കോളർ നമ്പറിൽ നോക്കിയിട്ട് അതിൻ്റെ ഓണറിനെ അവർ കോൾ ചെയ്യുന്നുണ്ട് അല്ലേ. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? അദ്ദേഹം വരുമല്ലേ ആ പപ്പീനെ എടുക്കാൻ. അപ്പോൾ അതാണ് നെക്സ്റ്റ് വരുന്നത്. ഓൺ വിളിച്ചു. ഇനി കോൾ വിളിച്ചിട്ട് എന്താ പറയുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് വരേണ്ടത്. അപ്പോൾ എന്താ വരിക? ഷീ ഇൻഫോം ദി ഓണർ ദാറ്റ് ഹിസ് പപ്പി വാസ് സേഫ് വിത്ത് ഹർ. ഓണറിനോട് അവരെന്ത് പറഞ്ഞു? ആ പപ്പി അവരുടെ അടുത്ത് സേഫ് ആണെന്ന് പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് എന്താ വരുന്നത്? ഓണർ കെയിം ടു രാഹുൽസ് ഹൗസ് ആൻഡ് താങ്ക്ഡ് രാഹുൽ ഫോർ ഹിസ് ഹെൽപ്പ്. ഓണർ രാഹുലിൻ്റെ വീട്ടിലേക്ക് വന്ന് രാഹുലിൻ്റെ ഹെൽപ്പിന് നന്ദി പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ ഇവൻറ്റ്സ് നമ്മൾ ജമ്പിൾഡ് ഓർഡറിലുള്ളത് കറക്റ്റായിട്ട് എഴുതുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? എഡിറ്റിംഗ് ആണ് കേട്ടോ. എഡിറ്റിംഗ് എല്ലാ ക്വസ്റ്റ്യൻസിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദ കിങ് സെൻഡ് ഫോർ ദ മാൻസ് ഫാദർ. കിങ് സെൻഡ് ഫോർ ദ മാൻസ് ഫാദർ. കിങ് മാൻസ് ഫാദർ എന്ന് പറയുമ്പോൾ മാൻ കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇടണം അല്ലേ. മാൻസ് ഫാദർ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഇടണം. പിന്നെ ദേ ഫൈൻഡ് ഹിം ആൻഡ് ബ്രോഡ് ബിഫോർ ഹിം ദ കിങ്. അങ്ങനെയാണ് ഇവർ ദേ ഫൈൻഡ് ഹിം അല്ല, ദേ ഫൗണ്ട് ഹിം. കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഫൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് ഫൗണ്ട് ആണ് യൂസ് ചെയ്യേണ്ടത്. ദേ ഫൗണ്ട് ഹിം ആൻഡ് ബ്രോഡ് ബിഫോർ ഹിം ദ കിങ് അല്ല, ബ്രോഡ് ഹിം ബിഫോർ ദ കിങ് കേട്ടോ. തിരിച്ചാണ് എഴുതിയിട്ടുള്ളത്. ബ്രോഡ് ഹിം ബിഫോർ ദ കിങ്. ഹി നെക്സ്റ്റ് എന്താണ്? ഹി എൻറ്റേർഡ്. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു സെൻറ്റൻസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എപ്പോഴും ആ ഒരു വേർഡ് എപ്പോഴും എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇവിടെ സ്മോൾ ലെറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ HE ആണ്, ഹി ആണ് എഴുതേണ്ടത്. ഹി എൻറ്റേർഡ് വാക്കിംഗ് ഈസ്ലി വിത്തൗട്ട് ക്രഷേഴ്സ്. വരേണ്ടത് CRUTCHES എന്നാണ് കേട്ടോ. CRUTCHES എന്നാണ് വരേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് ആൻസർ വരേണ്ടത്. ഇനി നമുക്കൊരു ഡയറി എൻട്രിയും ഒരു ലെറ്റർ റൈറ്റിങ്ങും ഒരു ഇമെയിൽ റൈറ്റിങ്ങും കൂടി നോക്കാം പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറി എൻട്രി നോക്കുന്നുണ്ട്, ലെറ്റർ റൈറ്റിംഗ് നോക്കുന്നുണ്ട്, ഇമെയിൽ റൈറ്റിംഗ് നോക്കുന്നുണ്ട്. അപ്പോൾ ഡയറി എൻട്രി എന്താ വരുന്നത്? സപ്പോസ് യു ആർ മൈന, യു റൈറ്റ് എ ഡയറി എൻട്രി എക്സ്പ്രസിങ് യുവർ ഫീലിംഗ്സ് അബൌട്ട് യുവർ വിഷ് ടു സ്റ്റഡി ആൻഡ് ലേൺ ന്യൂ തിങ്സ്. നിങ്ങൾ മൈനയാണെന്ന് വിചാരിക്കാൻ, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് അത് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കൊടുത്തത്. ടുഡേ ഐ സോ ദ ടീച്ചർ റീഡിങ് ബുക്സ് അഗെയിൻ. ഐ ആസ്ക് ഹർ വൈ ഡു യു റീഡ്. She smiled and told me that books have answers to all my why questions. Was surprised and excited. Want to find answers myself too. From now on, I will learn to read and write. Want to go to school and study like other children. One day I will become a teacher and help every child in our village learn. Want everyone to ask questions and find out new things about the world. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എന്ത് എഴുതാം? നിങ്ങൾക്ക് ലെറ്റർ എഴുതാം. ഇവിടെ ഐ വാസ് സർപ്രൈസ് എന്ന് കൊടുക്കണമെന്നില്ല, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഐ വാണ്ട് ടു ഫൈൻഡ് ആൻസേഴ്സ് എന്ന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താണ്? ഇതൊരു ഡയറിയാണ് അല്ലേ. നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി മാത്രം എഴുതുന്ന ഒരു കാര്യമാണ്. ഡേറ്റും ഡേയും വേണമെങ്കിൽ ചിലർ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ടും ചിലർ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എഴുതേണ്ടത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല. ചെറിയ ചെറിയ സെൻറ്റൻസ് ആയിട്ട് എഴുതുക. അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണ്ട. ചെറിയ സെൻറ്റൻസുകളായിട്ട് ഒരു പേജിൽ കൊള്ളുന്ന രീതിയിൽ ഡയറി എഴുതുക. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റർ റൈറ്റിംഗ് ആണ്. ഇമാജിൻ യു ആർ ദി ബ്രദർ ഓഫ് മൊയ്ന. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ഡിസ്ക്രൈബിങ് മൊയ്ന. നിങ്ങൾ മൊയ്നയുടെ ബ്രദറാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് മൊയ്നേനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ അഡ്രസ്സ് കൊടുത്തു, ഡേറ്റ് കൊടുത്തു, എഴുതുന്ന ഡേറ്റും കൊടുത്തു. എന്നിട്ട് എന്താണ്? ഡിയർ അന്ന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കുകയാണ്. നെക്സ്റ്റ് എന്താണ്? ഹൗ ആർ യു? ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് മൈ സിസ്റ്റർ മൊയ്ന. ഫസ്റ്റ് ലെറ്റർ തുടങ്ങുമ്പോൾ എന്താണ്? അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്. ഐ ഹോപ്പ് യു ആർ ഫൈൻ. ഹൗ ആർ യു? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ലെറ്റർ തുടങ്ങുക. നെക്സ്റ്റ് എന്താണ്? നമ്മൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുക കേട്ടോ. ഐ വോണ്ട് ടു ടെൽ യു അബൌട്ട് മൈ സിസ്റ്റർ മൊയ്ന. മൊയ്നെ പറ്റി പറയാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. ഷീ ഈസ് എ വെരി ക്യൂരിയസ് ഗേൾ ആൻഡ് ആസ്ക്സ് ക്വസ്റ്റ്യൻസ് ഓൾ ദ ടൈം. Everyone calls her the YY girl. She loves to learn new things and goes to school. അല്ലേ? അപ്പോൾ എന്താണ്? ഞാൻ എൻ്റെ സിസ്റ്ററിനെ പറ്റി പറയാനാണ് ഈ ലെറ്റർ എഴുതുന്നത്. അവൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മൊയ്നേനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫ് വരുന്നത്. എന്താണ്?
She is a symbol of power of education and the freedom of thought. Her story inspires us to never stop asking questions and to always seek knowledge. എന്താണ് അവൾക്ക് എന്താണ് പറയുക, അവൾക്ക് അവൾ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണല്ലേ, അവൾക്ക് ഇൻ്റലിജൻ്റ് ആണ്, അവളുടെ ചിന്തകൾക്ക് യാതൊരു അതിരും ഇല്ല എന്നാണ് പറയുന്നത്. അവളെപ്പോഴും ബാക്കിയുള്ളവരെയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആണ് പറയുന്നത്. ലാസ്റ്റ് എന്താണ്, ലാസ്റ്റ് ഹോപ്പ് വി ക്യാൻ മീറ്റ് സൂൺ, മൂന്നാമത്തെ പാരഗ്രാഫാണ് വരുന്നത്. നമ്മൾ ആ ലെറ്റർ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് പറയുകയാണ് നമുക്ക് വേഗം തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ടെൽ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി, നിങ്ങളുടെ ഫാമിലിയോട് നിൻ്റെ ഫാമിലിയോട് ഞാൻ അന്വേഷിച്ചതായി പറയുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ലെറ്റർ ക്ലോസ് ചെയ്യാണ്. വിത്ത് ലവ്, നിങ്ങളുടെ പേരെന്താണോ അത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയൊരു രീതിയിലാണ് ഞാൻ ലെറ്റർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് അഡ്രസ്സ് കൊടുക്കുക, നെക്സ്റ്റ് സല്യൂട്ടേഷൻ ഡിയർ ഫ്രണ്ട്, ഡിയർ രാം എന്നൊക്കെ പറഞ്ഞിട്ട് പേര് കൊടുക്കുക. പിന്നെ ആ ലെറ്ററിനെ നമ്മൾ 3 പാരഗ്രാഫായിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ഫസ്റ്റ് ചോദിക്കേണ്ടത് എന്താണ്, ഫ്രണ്ടിനെ പറ്റിയാണ്. ഹൗ ആർ യു, വാട്ട് എബൌട്ട് യു, ഐ ഹോപ്പ് യു ആർ ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ലെറ്റർ തുടങ്ങുക. പിന്നെ അതേ പാരഗ്രാഫിൽ തന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമ്മൾ എന്തും കൊടുക്കും, നമ്മൾ എന്താണ് പറയുന്നത് ആ കാര്യത്തിനെ പറ്റിയിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയാനുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയും. മൂന്നാമത്തെ പാരഗ്രാഫിലാകുമ്പോൾ നമ്മളത് വൈൻഡപ്പ് ചെയ്യാണ്. ഹോപ്പ് വി ക്യാൻ മീറ്റ് സൂൺ, ടെൽ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ലെറ്റർ വൈൻഡപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇല്ലെങ്കിലും കണ്ടോ ഇതുപോലെ എന്താണ് ഫസ്റ്റ് അഡ്രസ്സ് എഴുതുക, ഡിയർ എന്ന് പറഞ്ഞിട്ട് ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക, ഹോപ്പ് യു ആർ ഫൈൻ അല്ലെങ്കിൽ ഹൗ ആർ യു, ആ ഒരു സെൻറ്റൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ ആ ലെറ്ററിൽ എന്താണ് പറയുന്ന ആ കാര്യങ്ങൾ എഴുതുക. ലാസ്റ്റ് വൈൻഡിങ് അപ്പിൽ നിങ്ങൾക്ക് ലാസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് ഈ പറഞ്ഞ കാര്യം തന്നെ എഴുതുക കേട്ടോ. ഹോപ്പ് വി ക്യാൻ മീറ്റ് സൂൺ, ടെൽ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി. ഏത് ലെറ്റർ വന്നാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് എഴുതുക കേട്ടോ. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഫോർമാറ്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ലാസ്റ്റ് വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് കൂടി എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കൊടുക്കുന്ന ഒരു ഇമെയിൽ റൈറ്റിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ഇമെയിൽ റൈറ്റിങ്ങിൽ എന്താ പറയുന്നത്, നിങ്ങൾ ഹുമായി വേരവല്ലേനെ പറ്റിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. ലെറ്ററല്ല, ഒരു ഇമെയിൽ. അപ്പോൾ ഇമെയിൽ എങ്ങനെ എഴുതേണ്ടത്, ടു എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഇമെയിൽ അഡ്രസ്സ്, ആർക്കാണ് അയക്കുന്നതെങ്കിൽ ഫ്രണ്ടിൻ്റെ ഇമെയിൽ അഡ്രസ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ammu@gmail.com, ഫ്രം നിങ്ങളുടെ പേര് എന്താണെങ്കിൽ അപ്പോൾ neena@gmail.com നിങ്ങളുടെ പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൊടുത്തു. ഇനി എന്താണ് സബ്ജക്റ്റ്, എന്തിനെ പറ്റിയാണ് നിങ്ങൾ പറയാൻ പോകുന്നത്, വാരവല്ലെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു, അമേസിങ് പേഴ്സൺ ഹുമായി വാരവല്ല അല്ലെങ്കിൽ ഹുമായി വാരവല്ല എന്ന് മാത്രം കൊടുത്താലും മതി കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്, ഹായ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ പേര് എന്താണോ അവിടെ ഫ്രണ്ടിൻ്റെ പേര് കൊടുക്കുക. ഇനി എന്താണ്, ഹൗ ആർ യു, ഐ ഹോപ്പ് യു ആർ ഹാവിങ് എ ഗുഡ് വീക്ക്. I just finished reading about an inspiring woman named Humay Varavalla. She was India's first woman photojournalist and was also known by her nickname Dalda 13. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ലെറ്റർ എഴുതിയ പോലെ തന്നെ അല്ലേ, ഫസ്റ്റ് അവരുടെ കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ എന്താണ്, ഞാൻ ഹുമായി വാരവല്ലെ പറ്റി പറയാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. അവരുടെ നിക്നെയിം ഡാൽഡ 13 ആണ്. അവരാണ് ഫസ്റ്റ് വുമൺ ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡാൽഡയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും രണ്ടാമത്തെ പാരഗ്രാഫിൽ. നോക്കിക്കോളൂ. ഹെർ ലൈഫ് വാസ് ഫുൾ ഓഫ് സ്ട്രഗിൾസ് ആൻഡ് ഹാർഡ് വർക്ക്. പീപ്പിൾ ടോൾഡ് ഹെർ ദാറ്റ് ഫോട്ടോഗ്രാഫി വാസ് നോട്ട് എൻ occupation for a woman, but she never gave up. She captured so many historic moments of India's freedom struggle. അപ്പോൾ അവരുടെ ലൈഫ് ഫുള്ള് സ്ട്രഗിൾസ് ആയിരുന്നു അല്ലേ. അവളോട് എന്ത് പറഞ്ഞു, ആൾക്കാർ പറഞ്ഞു ഫോട്ടോഗ്രാഫി ഒന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും അവരുടെ പാഷൻ വിട്ടില്ല. അവർ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒട്ടനവധി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഐ ഫീൽ സോ മോട്ടിവേറ്റഡ്. അവരെ കാണുമ്പോൾ അവരുടെ കാര്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്, ഇൻസ്പിറേഷനാണ്. നെവർ ഗീവ് അപ്പ് ഓൺ മൈ ഡ്രീംസ്. ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുതെന്ന് അവരിൽ നിന്ന് നമുക്ക് പഠിക്കാം അല്ലേ. ഐ തിങ്ക് യു വുഡ് ഫൈൻഡ് ഹെർ സ്റ്റോറി റിയലി ഇൻസ്പയറിംഗ് ടു. നിനക്കും അവരുടെ സ്റ്റോറി ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇമെയിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇമെയിൽ ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും ഏതാണ്ട് ഒരേ ഫോമാറ്റ് തന്നെയാണ്. ഇമെയിൽ ശ്രദ്ധിക്കേണ്ടത്, ടു എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കും, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി കൊടുക്കും. ഫ്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കും, ഒരു സബ്ജക്റ്റും കൊടുക്കും കേട്ടോ. അത്രയാണ് വ്യത്യാസം വരുന്നിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഭാഗങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്